ഇതുപോലെ ഒരു കോമഡി മധുരം പരിപാടി കണ്ടിട്ടില്ല നമ്മള്. എന്റെ അളിയൻ ജിതിന് മധുരം കൊടുത്തോട്ടെ. അടിപൊളി ഡാൻസറാ, കണ്ടിട്ടില്ലല്ലോ ഡാൻസ് ഒന്നും. വരനാവാൻ പോകുന്ന ജിതിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. നീ കല്യാണം കഴിക്കാൻ പോവാണോ? അങ്ങനെ നമ്മുടെ ജിതിന്റെ മധുരം വെപ്പ് പരിപാടി, അതായത് അത്താഴൂട്ട് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ പരിപാടികൾ ഏതാനും നിമിഷങ്ങളൊക്കെ ഗമ്മിയുടെ ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടോ ഗൈസ്. അപ്പൊ ജിതിൻ ബാച്ചിലറിൽ നിന്നും ഒരു എന്താടി പറയാ കുടുംബസ്ഥൻ വന്നു. നീ കല്യാണം കഴിക്കാൻ പോവാണോ? ഇത്രയും നാള് ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു ഫിനിക്സ് പക്ഷിയായിരുന്നു. ഇനിയിപ്പോ ജിതിനെ നമുക്ക് തോന്നുമെന്ന് വിളിക്കാൻ പറ്റില്ല. ഹീസ് എ ഹസ്ബൻഡ് നൗ. പാടുന്നത് അവന്റെ അതായത് ബാച്ചലർ ലൈഫിന്റെ അവസാന രാത്രിയാണെന്ന്. നമുക്ക് എന്തായാലും നമുക്ക് ദുബായ് വരെ പോയിട്ട് മുങ്ങിയാലോ? കുറെ നാള് പ്രിപ്പറേഷൻ കുറെ നാള് മുതൽ ആരംഭിച്ച് ജിതിന്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു. നാളെ വരെ അതിന്റെ ടെൻഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വിവാഹം കഴിച്ചവർക്കേ അറിയത്തുള്ളൂ ടെൻഷൻ എപ്പോഴാ തുടങ്ങുന്നതെന്ന്. നാളത്തെ ദിവസം ഒന്ന് കഴിയട്ടെ, അപ്പോഴത്തേക്കിന് ബാക്കി ടെൻഷനൊക്കെ എല്ലാം നാളെ മുതൽ ആരംഭിക്കും. അപ്പൊ നമ്മുടെ മരുത്തരം വെപ്പ് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഗംഭീരമായിട്ട്. അപ്പൊ നിങ്ങളിപ്പോ കാണുന്നതെന്ന് പറയുന്നത് ജിതിന്റെ തിരക്കാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ മധുരം വെപ്പ് പരിപാടിക്കൊക്കെ പോകുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളനൊക്കെ ഒരു ഭാഗത്ത് നിൽക്കായിരിക്കും. പക്ഷേ ഇവിടെ ജിതിൻ എന്ന് വെച്ചാൽ ഓൾ ഇൻ ഓൾ ആണ്, ഫുൾ തിരക്കും മായം. ഇങ്ങനൊരു മണവാളനെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. എങ്ങോട്ടാണ് ഓടുന്നത്? ഓട്ടമേ ഉള്ളു. ഇത് പാപ്പൻ പാപ്പൻ കഴിച്ചോ? ജോഷി പോയി. നമ്മുടെ ചങ്ക കുവൈറ്റ് ചെയ്ത് വന്നാ, കുവൈറ്റ് ചെയ്ത്. എന്താ പറയാനുള്ളത് കല്യാണമായിട്ട്? വലിയ സന്തോഷവാ. ഇല്ല പാപ്പ, എന്റെ പോയാലോ പാപ്പ, ഞാൻ എന്തൊക്കെ ചെയ്തോടെ ഒപ്പിയെടുക്കും അങ്ങനെ. അപ്പൊ നമ്മൾ ഡിജിയുടെ പാട്ട് പാടാൻ പോവാണ് ഗൈസ്. ഡിജി പാട്ട് പാടാൻ പോവാ? ഡിജി ഓടോ? ഏത് പാട്ടാ ഡിജി പാടാൻ പോണേ? അതല്ല, വേറെയാണ് സർവ എന്തോ വേറെ ഒരു പാട്ട് പറഞ്ഞോളൂ. എടാ നിന്റെ അമ്മ പാട്ട് പാടാൻ പോവാലോ? അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിതിന്റെ മധുരം വെപ്പ് ചടങ്ങാണ്. സോ അതിനായി നമ്മളുടെ വരനാവാൻ പോകുന്ന ജിതിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ജിതിന് മധുരം കൊടുക്കാൻ വേണ്ടി ജിതിന്റെ പപ്പായെയും മമ്മിയെയും ചേച്ചിയെയും അച്ചാച്ചനെയും കുഞ്ഞിനെ എല്ലാരെയും ക്ഷണിക്കുന്നു. എന്റെ അറക്കാനെക്കാട്ടും അറക്കുന്ന പോത്തിന് കൊക്കക്കോളയെ കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് പച്ചവെള്ളമാണോ വരുന്നത്? മോനെ എനിക്ക് പഴയ ഇഷ്ടല്ലേ. എന്റെ അളിയൻ ജിതിന് മധുരം കൊടുത്തോട്ടെ. എന്റെ അളിയൻ ജിതിന് മധുരം കൊടുത്തോട്ടെ. പപ്പായ്ക്ക് ഞാൻ കൊടുക്കണോ? ദോശയും പൊറോട്ടയും കഴിക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം തന്നാല്. ഇത് തിരിച്ചായാലോ ചടങ്ങ്? കുറച്ച് ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചു തരാൻ പറ, എനിക്ക് അതൊക്കെയാണ് കഴിക്കാറുള്ളത്. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയില്ല. അവരോട് 2 ഓംപ്ലേറ്റ് അടിച്ചു തരാൻ പറ. ഞാൻ പല മധുരവെപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര ആവേശത്തിൽ മധുരം തിന്നൊരു മധുരവെപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വല്യപ്പ ഫ്രൂട്ട്സ് വേണ്ട, എനിക്ക് വിഷമൊക്കെ അടിച്ചു വരുന്നു. വീണ്ടും ആപ്പിള്. വല്യപ്പ പഴം ഞാൻ കഴിക്കത്തില്ല. ആന്റി പകുതി എടുത്ത് വേണമെങ്കിൽ വേണ്ട. പരിപാടി എങ്ങനെയുണ്ട്? ഇത് വല്ലാത്ത വല്ല ഓംപ്ലേറ്റും ദോശയും വല്ല അടിച്ചു തരാൻ പറ. അതാ വെച്ച് ചമ്മന്തി കൂട്ടി അടിച്ചോളാം. ഞാൻ കഴിക്കുന്നില്ല.
മധുര ഓവറാ, ഇത് വല്ലാതെ കൊള്ളത്തില്ല. വേറെ സാധനം പിടി. അതായത് ചാർജ് അടിച്ചതാ. ഇതുപോലൊരു കോമഡി മധുരവെപ്പ് പരിപാടി കണ്ടിട്ടില്ല നമ്മള്. അവൻ പറയും എന്ത് വേണമെന്ന്, അവന് പഴം വേണ്ട, അന്ന് എല്ലാവരും പഴം കുത്തി കയറ്റും. അത് ജിതിമ്പ്രോ ഇതാരാ? ഇതെന്റെ ചങ്കാണ്, ചങ്കിടിപ്പാണ്. ഇവനെ നല്ല മാർഗത്തോടെ നടത്തുന്നതിനാണ് ഞാൻ. ഇതിനെ കുറിച്ച് 2 വാക്ക്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വിട്ടുപിടിക്കാൻ. ചെറിയ പീസ് തരൂ. എനിക്കാ മോനല്ല. ഗൈസ്, അപ്പൊ നമ്മുടെ ജിതിന്റെ മണിയറയിൽ വന്നിട്ടുണ്ട്. അവന്റെ പുതിയ കുർത്ത ഇവിടെയുണ്ട്. അവനിടാൻ പോകുന്ന പുതിയ ഷടി. ഷടി മാത്രമേ അതല്ല, വർഷങ്ങളായിട്ട് വാങ്ങിച്ചിട്ടില്ല. കല്യാണം പ്രമാണിച്ചൊരു സെറ്റ് വാങ്ങിച്ചു. 7 ദിവസം ഓരോ ഷെഡി. വേണ്ട. എന്റെ കോട്ട് കോട്ടുണ്ട്. കല്യാണത്തിന്റെ കോട്ട്. രാത്രി മറ്റേ കോട്ട് ഷർവാനിട്ടു. കുത്തിക്കൊള്ളൂല്ലേ? അതിന് ആദ്യ രാത്രി അകത്ത് കയറുമ്പോ മാത്രമേ ഇതുള്ളൂ. ഇത് ചൂടൊക്കെ അല്ലേ. ഐ ഡോണ്ട് വാണ്ട് ദിസ് ടൈം ഓഫ് ഡാൻസ് ഓൾ കിഡ്സ്. റിലീസ് ആവുള്ളൂ. നോ പ്രോബ്ലം. കുതിരയൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും കുതിരയെ പോലെ ഓട്ടം തികച്ചു ഓടുന്നുണ്ട്. ജീവിതത്തിൽ ഞാനിപ്പോഴും അപ്പൊ എനിക്ക് കുതിര ഓർമ്മ വരുന്നത്. എന്റെ അപ്പം വെച്ചാ മറ്റേടത്ത് ഒരു കുതിര. കല്യാണത്തിന് മുമ്പ് ഒരു കുതിര ഉള്ളായിരുന്നു. ഇപ്പൊ 2 എണ്ണം. 2 പേര് ഓടിക്കോളാൻ. ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ വെള്ളവും. ഞാനിപ്പോ എപ്പോഴും കയറായിരുന്നു കയ്യില്. കൊള്ളടത്തെല്ലാം മുമ്പ് കയറ് വെച്ച് ഇപ്പൊ കയറില്ല. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ താലികെട്ടാണ്. സാധാരണ എല്ലാരും കയറുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. ഇവനിവിടെ വന്നിട്ട് ഡാറ്റ കേബിൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പോലെ. എടോ, ഈ കെട്ട് നാളെ വരത്തില്ല. എനിക്ക് മനസ്സൊക്കെ പരിശുദ്ധമാക്കാൻ ഞങ്ങളോട് കുമ്പസരിച്ചോ. ഇവൻ പാപൊന്നും ചെയ്യില്ലടി. അയ്യോ, സ്റ്റെഫി ക്യൂട്ടാണ്, മുത്താണ്. ഷീസ് മൈ ജെം. മൈ ജാം എന്നൊക്കെ അല്ല ഒക്കെ പോട്ടെ. നിങ്ങൾ എന്തൊക്കെ എങ്ങനെ കിട്ടി സ്റ്റെഫിനെ എന്ന് പറ. യാദൃശ്യമായിട്ട് ദുബായ് തെരുവുകളിലൂടെ നടന്നപ്പോൾ, അയ്യോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. M4 ഞാൻ എടുത്ത് ഡിലീറ്റ് ആക്കിയപ്പോഴത്തേക്കിന് എന്റെ പെങ്ങൾ ഞാൻ പോലും അറിയാതെ എം ശാന്തി അല്ലല്ലോ, ഓം ശാന്തിയോ, ഷാദി.com ഓപ്പൺ ആക്കി. അങ്ങനെ സ്റ്റെഫിയുടെ മമ്മി ഷാദി.com ഓപ്പൺ ആക്കി. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, സ്റ്റെഫിയുടെ മമ്മി അപ്പുറത്തിരിക്കുന്നു. അപ്പൊ പക്ഷെ അമ്മ എന്റെ വ്ളോഗ് കാണുന്നുണ്ട്. നല്ല നിഷ്കളങ്കരും നിരൂപനും ആഭാസനും. അല്ല, നിങ്ങളുടെ വ്ളോഗ്. അതായത് കല്യാണം, പാലുകാച്ചൽ, അടിയന്തരം എല്ലാ പരിപാടിയും നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് വ്ളോഗിൽ കൂടി കല്യാണം കൂടി നടന്നിരിക്കുകയാണ്. അതെ. അപ്പൊ ഇതുപോലത്തെ കല്യാണാലോചന ഒക്കെ വേണമെങ്കിൽ അജയ് സ്റ്റെഫിന്റെ വ്ളോഗ് വന്നാൽ പെട്ടെന്ന് കല്യാണാലോചന കിട്ടുന്നതായിരിക്കും. അങ്ങനെ എന്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്നു. ഞങ്ങൾ പോയി കാണാൻ പോയതിന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, അത് പിന്നെ കാണിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ 2 കണ്ടു. പക്ഷെ ഞങ്ങൾ 2 ഒരേ പള്ളിയാണ്. പക്ഷെ നാട്ടുകാരുടെ വിചാരം ഞങ്ങൾ പ്രണയം. ഓ ഗായ്സ്, എന്റെ അനുഭവം കണ്ടിട്ട് ഇവരുടെ കണ്ണ്, മോനെ ഇതൊന്നും കണ്ട് ജീവിക്കല്ലേ, പിഴച്ചു. ആ കുട്ടിക്ക് മനസ്സിലായില്ലേ, കന്നഡയല്ലേ ഇതുവരെ മനസ്സിലായി. പിഴച്ചെന്ന് കേട്ടാലേ എവിടെ നിന്ന് മനസ്സിലാവും. അപ്പൊ 16 ഓഗസ്റ്റ് അല്ല 18 കല്യാണത്തിന് ഇനി അതിൽ ചോദ്യോടെ ചോദിക്കാൻ. ഫയർഫ്ലൈസ് വെഡിങ്ങിന്റെ ബാക്കി പൈസ ഗൂഗിൾ പേ ഇട്ട് തരാട്ടോ. കുദാശകൾ മെയിൻ കുദാശയാണ് കല്യാണം. അതൊക്കെ ഭയങ്കര വിശുദ്ധമായിട്ട് കാണുന്നത്. ഇത് മറ്റേ സാധനം. അതൊക്കെ നിങ്ങൾക്ക് ഫുള്ളും പൈൻറ്റും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ളൂ. ഇല്ലില്ല, നമ്മൾ നേരെ സത്യക്രിസ്ത്യാനിയാ. ലാസ്റ്റ് അച്ഛന് കുഞ്ഞിനടക്കം വരുന്നു. അനൗൺസ്മെന്റ് കിട്ടിയിരുന്നു. ആ പിള്ളേരുടെ ഡാൻസ് ഉച്ച മുതലേ പ്രാക്ടീസാ. അവളാണെങ്കിൽ ക്ലാസ്സിൽ പോവാതെ പ്രാക്ടീസ് ആയിരുന്നു. ഞാനും ഉണ്ട് കളിക്കാൻ. ഒന്നും അറിയത്തില്ല. അടിപൊളി ഡാൻസറാ. കണ്ടിട്ടില്ലല്ലോ ഡാൻസ് ഒന്നും. ഞങ്ങള് കണ്ട് ഞങ്ങളുടെ മെയിൻ സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ ഏതായിരുന്നു ചിക്കൻ ഡാൻസ്.
അവനോട് കൊടുക്കേ ലൈറ്റ് ഞാൻ ചെയ്യണം, സൗണ്ട് ഞാൻ ചെയ്യണം, ഡാൻസും ഞാൻ ചെയ്യണം. ഞാൻ ചെയ്യണം. ഇത് എന്റെ പരിപാടി ഞാൻ തന്നെ നടത്തുന്ന പോലെ. നാളെ കല്യാണത്തിന്റെ സമയത്ത് ഇങ്ങനെ ലൈറ്റ് പിടിച്ചിരുന്നാലോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നേരത്തെ കെട്ടി വയ്ക്കാം താലി. എന്നിട്ട് അവിടെ നിന്ന് കിട്ടാ മതി. എന്താ നടക്കാൻ പോണേ അറിയില്ല എനിക്കും.